തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഈ വീഡിയോയിൽ കൂടി ചിന്തിക്കുന്ന ഒരു വിഷയം ദൈവം ഏകൻ എന്നുള്ള വിഷയമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരമായ സത്യവേദപുസ്തകത്തിൽ ഏറ്റവും മുഖ്യ കൽപ്പന ഏതെന്ന് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട്, എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യകൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഏറ്റവും മുഖ്യമായ കൽപ്പനയെക്കുറിച്ച് ഒരിക്കൽ ഒരു യഹൂദൻ യേശുവിനോട് സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. ഇസ്രായേലെ കേൾക്കാം, എൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും അത് അപ്രകാരം കാണുന്നുണ്ട്. ആ വാക്യം തന്നെയാണ് ഇവിടെ യേശു എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മുഖ്യ കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുന്ന കൽപ്പനയുടെ പ്രാരംഭ ഭാഗമാണ് നമ്മൾ കേട്ടത്. ദൈവം ഏകനാണ്, എൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. എന്നാൽ ഇന്ന് ലോകം മുഴുവനും വിചാരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും അതിൻ്റേതായ അർത്ഥത്തിലല്ല എന്ന് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. എന്താണ് ആ വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നാം എന്താണ് മനസ്സിലാക്കുന്നത്? ഏകദൈവം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് മാറ്റമില്ലാത്തതാണ്. അതിൽ കലർപ്പ് വരാൻ പാടില്ല. അതെന്നേക്കും സ്ഥിരമാണ്. ദൈവജനത്തിന് ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ഇടയായ ഏറ്റവും പരമമായ സത്യമാണ് ഏകദൈവം. ഏത് തരത്തിലുള്ള സംസാരമായിരുന്നാലും ദൈവം ഏകൻ എന്നുള്ള ആശയത്തെ മറികടക്കുന്നതോ തിരുത്തുന്നതോ ദുർബലപ്പെടുത്തുന്നതോ ആയ യാതൊരു തരത്തിലുള്ള ഉപദേശവും ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് യോഗ്യമല്ല, ദൈവം അനുവദിച്ചിട്ടുള്ളതുമല്ല. പിന്നെ അത് എങ്ങനെ എന്നുള്ളതാണ് അവിടെ നാം ചിന്തിക്കുന്നത്. ഏകദൈവം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം ഏകനോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള വാക്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്. അതായത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് പുത്രൻ ദൈവത്തോട് സമനെന്ന് മറ്റൊരു ഭാഗത്ത് പഠിക്കുന്നു. മറ്റൊന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരം എന്ന വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നാം ഗ്രഹിക്കുന്നു. മറ്റൊന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ഇങ്ങനെ ഇതിലേതാണ് ദൈവം? ഒരു കാര്യം നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഏകനാണ്, ഒരാളാണ്. അത് ഇതിലേതാണ്? പരിശുദ്ധാത്മാവാണോ, ക്രിസ്തുവേശുവാണോ, അതോ ദൈവപുത്രനായ ക്രിസ്തു ആകുന്നുവോ, അതോ പഴയ നിയമത്തിലുള്ള യഹോവയാകുന്നുവോ, അതോ പരിശുദ്ധാത്മാവാകുന്നുവോ? ഇങ്ങനെ പലവിധ സംശയങ്ങളാണ് നമുക്ക് സാധാരണ മനുഷ്യന് ഉളവാകുന്നത്. വേണ്ട രീതിയിൽ അതിന് മറുപടിയും നമുക്ക് ലഭിക്കാറില്ല. കാരണം പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള മറുപടിയായിട്ട് പലരും നമുക്കത് വെളിപ്പെടുത്തി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാന വേലക്കാർ തന്നെ പലപ്പോഴും അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ പൊരുൾ നമുക്ക് ഗ്രഹിപ്പിച്ച് തരാൻ ശ്രമിച്ചിട്ടുണ്ട്.
പക്ഷെ പലപ്പോഴും അതൊക്കെയും ഏകദൈവ ഉപദേശത്തിൽ നിന്ന് തെറ്റി മാറി ദൈവം ഏകനല്ല എന്നുള്ള നിലയിൽ ചെന്ന് അവസാനിച്ചിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലെ ഏറ്റവും മുഖ്യമായ കൽപ്പന ഇതായതുകൊണ്ട് നാം സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതാകും. ഒന്നാമത് നമ്മൾ ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കാം. കാരണം അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, അവൻ്റെ മഹാശക്തി, അവൻ്റെ സ്വഭാവം ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുമെന്ന് റോമാലേഖനത്തിൽ നാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പലരും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കാണ്, ഇതൊരു ദൈവിക മർമ്മമാണ്. ഇത് സാധാരണ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട മുതലായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഈ വാദം ചിന്തയും അവസാനിപ്പിക്കാറാണ് പതിവ്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ ഗ്രഹിക്കുന്നതാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്, ഹോമയാഗത്തിലല്ല ദൈവപരിജ്ഞാനത്തിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ദൈവത്തിന് യാഗം കഴിക്കുന്നതിനേക്കാൾ, ദൈവത്തിന് ഹോമയാഗം കഴിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം കരുണയുള്ളവനായിരിക്കുക, ദൈവത്തെ അറിയുക. ഈ രണ്ട് കാര്യങ്ങളാണ്. അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. അപ്പോൾ ഏകസത്യ ദൈവം ആരെന്നറിയണം, അയക്കപ്പെട്ട യേശുക്രിസ്തു ആരെന്നറിയണം. ഇത് രണ്ടും അറിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവനെന്നാണ്. അല്ലാതെ ജീവിതം മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മറഞ്ഞിരുന്ന് അജ്ഞതയിൽ മരിക്കുന്നവൻ ഒരിക്കലും കൃതാർത്ഥനാകുകയില്ല എന്നുള്ള ദൈവവചനത്തിൻ്റെ പൊരുൾ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഇത് ഗ്രഹിക്കാനും സംസാരിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കഴിവ് മനുഷ്യർക്കുണ്ടായിട്ടല്ല, പിന്നെയോ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യന് ഇത് മനസ്സിലാകും. അതാണ് സത്യം, മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന സത്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യും എന്ന് വചനത്തിലുള്ള ആ പരമസത്യത്തിൽ ഒന്നാണ് നാം ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന ഏകദൈവം, അല്ലെങ്കിൽ ദൈവം ഏകൻ എന്നുള്ള വിഷയം. അതുകൊണ്ട് നമുക്ക് മറ്റെല്ലാറ്റിനേക്കാൾ വചനം തന്നെ പറയുന്നതനുസരിച്ച് ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കാം എന്നുള്ള വചനപ്രകാരം നമുക്ക് ഈ കാര്യം ഗ്രഹിച്ചെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ് ദൈവം, എന്താണ് ദൈവം, എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്. നാം ലോകത്ത് ഏത് കാര്യങ്ങളെയും അറിയാനായി ആ വസ്തുക്കളോടോ വസ്തുതയോടോ സമീപിക്കുമ്പോൾ അത് നമുക്ക് സ്വീകരിപ്പാൻ തക്കവണ്ണം അത് ജ്ഞാനമായി തീരണം. അതായത് മനുഷ്യൻ്റെ ഈ ശരീരത്തിലേക്ക് പുറത്തുനിന്ന് ലോകം പ്രവേശിക്കാൻ 5 വാതിലേ ഉള്ളൂ. അത് നമുക്കറിയാം. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി മാത്രമേ ലോകം അറിവുകൾ മനുഷ്യനിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഈ 5 വഴികളിൽ കൂടി അല്ലാതെ സാധാരണ മനുഷ്യനിലേക്ക് അറിവ് പ്രവേശിക്കുക സാധ്യമല്ല. ഇങ്ങനെ മനുഷ്യനിലേക്ക് ഈ പ്രവേശിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലുള്ള ഏതിനെയും ഈ 5 രൂപത്തിൽ ഒന്നാക്കിയെടുക്കും. അതായത് നോക്കിയപ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ അവിടെ വളരെ ചെറിയൊരു വസ്തു
ആ വസ്തുവിനെ കാണാൻ പാടില്ല. എനിക്കത് കാണുവാൻ വേണം. ഞാനത് കാണാൻ തക്കവണ്ണം ആക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവൃത്തി. ഒരു വസ്തു ഒരു മണ്ണിൽ കിടക്കുന്നുണ്ട്. പൊടി രൂപത്തിലാണ് കിടക്കുന്നത്. ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ്. ഈ രൂപത്തെ ഞാൻ സ്വീകരിക്കാനായിട്ട് ചെന്നതാണ്. അങ്ങനെ ഞാൻ സ്വീകരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കതിനെ കാണണം. അതിനെ കാണുവാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരു ലെൻസ് എനിക്ക് തന്നു. അതിനുശേഷം ആ വസ്തുവിൻ്റെ പുറമെ എന്നെ കാണിച്ചു. അത് കാണിച്ചതിന് ശേഷം ആ വസ്തുവിൽ ആ ലെൻസിൽ കൂടി ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു തരി പോലെയുള്ള ഒരു രൂപത്തെ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു വസ്തു ഉള്ളതാണെന്നും ആ വസ്തുവിന് അതിന് ഇന്ന അളവുകളും സ്ഥലകാല പരിധി ഉള്ള ഒന്നാണെന്നും ഞാനതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് ആ വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് പ്രവേശിക്കാൻ തക്കവണ്ണം അതൊരു രൂപത്തിലാക്കിയെടുത്തു. ആ രൂപത്തിലാക്കിയെടുത്തത് ലെൻസാണ്. അതിനെക്കുറിച്ചുകൂടെ വലുതാക്കി അതിനെ ഒരു ചിത്രമാക്കി എനിക്ക് കാണിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചു. ദൃശ്യതയിൽ കൂടി എൻ്റെ കണ്ണിൽ കൂടി ആ അറിവ് ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ ഗ്രഹിച്ചു. അതിന് ഒരു ചതുരമായ വസ്തുവാണ്. അതൊരു ചതുരമായ വസ്തുവാണ്. അത് സുതാര്യമാണ്. അത് ട്രാൻസ്പെറൻ്റാണ്. അത് ഗ്ലാസിൻ്റെ പൊടി പോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ കഷ്ണം പോലെയുള്ള ഒരു കാര്യമാണ്. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രഹിച്ചു. ഞാൻ വന്നത് പുസ്തകത്തിൽ എഴുതി, കടലാസിൽ എഴുതി. ഞാനിന്ന് ഒരു വസ്തു കണ്ടു. ആ കണ്ട വസ്തുവിന് അതിൻ്റെ രൂപം ചതുരമാണത്. അതിന് നിറമില്ല, ചില്ലിൻ്റെ നിറമാണ്. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കടലാസിൽ എഴുതി. അതായത് ഇന്നലെ വരെയും ഇല്ലാതിരുന്ന ഒരു വസ്തു കൂടി എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇത് നമ്മൾ ചിന്തിച്ചത് ദൈവം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് എൻ്റെ ഏത് ഇന്ദ്രിയത്തിൽ കൂടി അകത്ത് പ്രവേശിക്കും. ഞാൻ എങ്ങനെയാണ് അത് വിശ്വസിക്കും? ഈ 5 വഴികളല്ലാതെ വേറെ വഴികളില്ല. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അല്ലാതെ ഒരറിവും മനുഷ്യനിലേക്ക് പ്രവേശിക്കാൻ വ്യവസ്ഥയില്ല, വഴിയില്ല. അപ്പോൾ ഇതിലേത് വഴിയിൽ കൂടി പ്രവേശിക്കും? അത് കണ്ടാൽ സാധിക്കുമോ? കേട്ടാൽ സാധിക്കുമോ? രുചിച്ചാൽ സാധിക്കുമോ? സ്പർശിച്ചാൽ സാധിക്കുമോ? ഒന്ന് ഏത് തരത്തിൽ ഈ ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയും? ഈ ദൈവത്തെ ഞാൻ അറിയാൻ കഴിയും? കാണാൻ കഴിയില്ല. അത് ആദ്യം പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും. അതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് നോക്കണ്ട. പിന്നെ എങ്ങനെ നോക്കും? സ്പർശിക്കാൻ ഇല്ല. അവന് രൂപമില്ല, അവൻ അരൂപിയാണ്. അവന് സ്പർശിക്കാൻ കഴിയില്ല. ത്വക്കിൻ്റെ വിഷയം വിട്ടേക്കുക. ഇനി ഗന്ധത്തിന് ഇല്ല. ഗന്ധത്തിൽ കൂടി അവൻ ഒരു ഗന്ധമായി തീരുന്നില്ല. അടുത്തത് രുചിക്കുന്നില്ല. ഞാൻ എങ്ങനെ അവനെ രുചിക്കാൻ തക്കവണ്ണം അവൻ രുചിയായി തീരുകയില്ല. ഇനി ഒരു വാതിൽ കൂടെ ശേഷിക്കുന്നുണ്ട്. ആ വാതിൽ ചെവിയാണ്. അവിടെ ഒരു പ്രത്യാശയുണ്ട്. കാരണം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുന്നത് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് ക്രിസ്തു വരും. എങ്ങനെ? വിശ്വാസത്താൽ. ക്രിസ്തു ഉള്ളിലേക്ക് വന്നാൽ ദൈവം ഉള്ളിൽ പ്രവേശിച്ചു എന്ന് വിശ്വസിക്കാമോ? വരട്ടെ.
അത് നിൽക്കട്ടെ. ഒരു കാര്യം നാം മനസ്സിലാക്കി, ബാക്കി 4 വാതിലും മാറി ബാക്കി 4 വാതിലിൽ കൂടിയും പ്രവേശിപ്പാൻ ദൈവത്തെ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ അടുത്തൊരു ഒരു ഭാഗം നിൽക്കുന്നത് കേൾവിയാണ്. കേൾവിയിൽ കൂടി എങ്ങനെ, ചെവിയിൽ കൂടി എങ്ങനെ, അതിലുള്ള പ്രത്യാശ എന്താണ്? അതിനുള്ള വചനമാണ് നമ്മൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. ഈ 5 വാതിലിനെ കുറിച്ചും പറയാതെ പറയുകയാണ്, നിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ, മനുഷ്യൻ്റെ അകത്തേക്ക് പ്രവേശിപ്പാൻ മറ്റൊരു വാതിലുണ്ട്. ആ വാതിൽ എന്ന് പറയുന്നത് വിശ്വാസമാണ്. നാം ഇന്നുവരെ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കാത്ത, ഭൗതിക ജീവിതത്തിൽ യുക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു ഭാഗം നിൽക്കുകയാണ്. അത് വിശ്വാസമാണ്. എന്താണ് വിശ്വാസം എന്നുള്ളത് പിന്നീട് നമുക്കതിൻ്റെ തുറന്ന് ചിന്തിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ നമ്മിലേക്ക് വരുന്നു. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തു വിശ്വാസത്താൽ പ്രവേശിക്കുന്നു. വിശ്വാസം എങ്ങനെ വരുന്നു? റോമാലേഖനം 10-ാം അധ്യായത്തിൽ പഠിക്കുന്നത് വിശ്വാസം കേൾവിയാൽ വരുന്നു. അപ്പോൾ 5 വാതിൽ, 5 ഇന്ദ്രിയങ്ങൾ നമ്മിലേക്ക് പ്രവേശിക്കാനുള്ളതിൽ ബാക്കി 4 ദൈവത്തെ ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ പരാജയപ്പെട്ട് നിൽക്കുന്ന സ്ഥാനത്ത് 5-ാമത്തെ വാതിൽ, കേൾവി എന്നുള്ള വാതിൽ നിൽക്കുമ്പോൾ അതിന് വചനം പറയുകയാണ്, വിശ്വാസമുണ്ടെങ്കിൽ ക്രിസ്തു നിന്നിലേക്ക് പ്രവേശിക്കും. വിശ്വാസം എങ്ങനെ വരും? കേൾവിയാൽ വരും. നിന്റെ ചെവികളിൽ കൂടി കേൾവി പന്തി, ആ കേൾവിയിൽ കൂടി വിശ്വാസം വരും. കേൾവി എങ്ങനെ വരും? കേൾവി ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മതി. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് കേട്ടാൽ മതി. അത് കേൾക്കുന്നവരിലേക്ക് ആ ചെവികളിൽ കൂടി വചനമകത്തേക്ക് പ്രവേശിക്കും. സ്റ്റെപ്പുകൾ നമ്മൾ വിട്ടുപോകരുത്. വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ വരും. വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ വരും. വിശ്വാസം കേൾവിയാൽ വരും. കേൾവി എങ്ങനെ വരും? ദൈവത്തിൻ്റെ വചനത്താൽ വരും. ദൈവത്തിൻ്റെ വചനം എങ്ങനെ വരും? ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിനാൽ വരും. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഈ ഒരു പുസ്തകത്തിലുള്ള വചനം ഒരാളിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടാൽ, അത് ചെവികളിൽ കൂടി വന്നാൽ, അത് വിശ്വാസമായി പരിണമിച്ച് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വരും എന്നുള്ളതാണോ? അല്ല, അതിനും അപ്പുറം ഒന്നുണ്ട്. വചനം പ്രസംഗിക്കുന്നതിനാൽ വരുമ്പോൾ പ്രസംഗിക്കുന്നവൻ എങ്ങനെ പ്രസംഗിക്കുന്നു? 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ചവൻ. ഈ പ്രസംഗിക്കുന്നവൻ എങ്ങനെ പ്രസംഗിക്കണം? സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിക്കണം. അപ്പോൾ പ്രസംഗത്തിന് 2 വശമുണ്ട്. ജഡത്തിലും പ്രസംഗിക്കും, ആത്മാവിലും പ്രസംഗിക്കും. പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കുന്നവനാണ് ആ വചനമാണ് കേൾക്കേണ്ടത്, ആ വചനമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്, ആ വചനമാണ് വിശ്വാസമായി പരിണമിക്കുന്നത്. ആ വിശ്വാസത്താലാണ് ക്രിസ്തു വിശ്വസിക്കുന്നത്. കർത്താനസ്തം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അന്വേഷിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വരുന്നു? അതിനും അവിടെ പത്രോസിന്റെ ലേഖനത്തിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ചവർ. സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ് പരിശുദ്ധാത്മാവ്. സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചതാര്? ദൈവം തന്നെയാണ്. ദൈവമാണ് അയച്ചത്. ഈ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വന്നു? കർത്താവായ യേശു ക്രിസ്തു ആ ജീവിതത്തിൽ, ആ മനുഷ്യൻ്റെ ജീവിതം തുടക്കം മുതലേ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ പ്രവൃത്തിയുടെ
പൂർണ്ണത മനസ്സിലാകുന്നത്. അതായത് ഒരിക്കൽ യഹൂദ്യ നാട്ടിൽ മറിയ എന്ന കന്യകയുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നു. ദൈവത്തിൻ്റെ ദൂതൻ വന്നതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. മറിയ നോക്കിയപ്പോൾ ഇന്നുവരെയും കേൾക്കാത്തൊരു വന്ദനം. സാധാരണ യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ, യഹോവ നിന്നെ കാക്കട്ടെ മുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ പരസ്പരം കൈമാറാറുണ്ട്. എന്നാൽ ഇന്നുവരെയും കേൾക്കാത്ത തരത്തിൽ, ഇന്നുവരെയും കേൾക്കാത്തൊരു വന്ദനം മറിയ കേട്ടപ്പോൾ ഇതെന്തൊരു വന്ദനം? മറിയ സംശയിച്ച് നിൽക്കുമ്പോൾ കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. തുടർന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം മറിയോട് പറയാം: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. ഈ വാക്യം പറഞ്ഞു. അപ്പോൾ അവിടെ നടന്ന ക്രിയ ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നു, അത്യുന്നതന്റെ ശക്തി മറിയയിൽ നിഴലുമിട്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഏതാണ്? അത്യുന്നതന്റെ ശക്തി ഏതാണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഇനി അടുത്ത് ദൈവശക്തി എന്ന് പറഞ്ഞാൽ ഏതാണ്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടുമെന്ന് പറഞ്ഞ ശക്തി ഏതാണ്? നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തു എന്ന് പറയുന്നതാണ് ദൈവപുത്രൻ. ഈ ദൈവപുത്രൻ എവിടെ ഇരിക്കുന്നു? ദൈവസിംഹാസനത്തിലിരിക്കുന്നു. ഈ ദൈവപുത്രനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ, ഒരു തർജ്ജമയുടെ വൈവിധ്യമാണ്. മാർവിൽ എന്നാണ് യഥാർത്ഥത്തിൽ മടിയിൽ എന്നും കൂടി അതിനർത്ഥമുള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നാലും അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 1:18 എഴുതിയിരിക്കുന്ന വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തീമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ്. എന്നാൽ ആർക്കും കാണാൻ സാധിക്കില്ല ദൈവത്തെ. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിനൊരു സിംഹാസനം അവിടെ ഉണ്ടെന്ന് കണ്ടിട്ടുള്ള കർത്താവിന്റെ ദാസന്മാരുടെ സാക്ഷ്യം നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗാദി സ്വർഗത്തിൽ ദൈവത്തിനൊരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഒരുത്തിന് ഇരിക്കുന്നുമുണ്ട്. അതാരാ ഇരിക്കുന്നത്? ദൈവത്തെ ആരും എഴുതാൻ കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം പറയുന്നുണ്ട്, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലാവും. അപ്പോൾ അവിടെ ഇരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തത കിട്ടി. അതായത് അദൃശ്യനായ ദൈവം, ആ അദൃശ്യനായ ദൈവത്തിൻ്റെ മടിയിലാണ് ദൈവപുത്രനായ ക്രിസ്തു ഇരിക്കുന്നത്. അവനാണ് ദൈവശക്തി. അദൃശ്യനായ ദൈവത്തിൻ്റെ വ്യാപാരമാണ്, സർവ്വവ്യാപിത്വമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് അവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ,
കാണാൻ സാധിക്കാത്ത ഒരാൾ, അയാൾ അരൂപിയാണ്. ആ അരൂപിയുടെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ, അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ രൂപം എന്താണ്? യഥാർത്ഥത്തിൽ ആ ദൈവപുത്രൻ്റെ രൂപം. ആരാണ് ദൈവപുത്രൻ? ആ ദൈവപുത്രൻ്റെ രൂപം എന്താ? കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ അപ്പോൾ തന്നെ ദൈവപുത്രൻ ആരാണെന്നുള്ള ചോദ്യത്തിന് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ അപ്പോൾ മനസ്സിൽ കരുതിക്കൊള്ളണം, അല്ലെങ്കിൽ നമ്മൾ വായിച്ചുകൊള്ളണം. ദൈവപുത്രൻ എന്ന് പറയുന്നത് ആരാണ്? പലപ്പോഴും മനുഷ്യർക്ക് തെറ്റുപറ്റുന്നത്, ദൈവപുത്രൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്നത് കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിനെ കുറിച്ചാണ്. കാൽവരിയിൽ ഒരു മനുഷ്യൻ യാഗമായി തീർന്നു, മറിയിൽ നിന്ന് ജനിച്ച് വളർച്ച പ്രാപിച്ച് വിശന്ന് ക്ഷീണിച്ച് തകർന്ന് തൻ്റെ സകല ജീവരക്തവും ചോർന്ന് പീഡയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ചാണ് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. എന്നാൽ അതിന് ഏറ്റവും ആദ്യമേ തിരുത്തണം. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓർക്കേണ്ടത് വെളിപ്പാട് പുസ്തകം 2:18. അതിലെഴുതിയിരിക്കുന്ന പ്രകാരമാണ്: അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ളവൻ വെള്ളോട്ടിന് സദൃശ്യമായ കാര്യമുള്ള ദൈവപുത്രനല്ല ചെയ്യുന്നത്. അവൻ്റെ രൂപത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ ഭൂമിയിൽ വന്ന യേശു അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട്. യേശുവിൻ്റെ ജനനം കഴിഞ്ഞിട്ട് 2000-ൽ വർഷങ്ങളെ ആയിട്ടുള്ളൂ യേശു എന്ന മനുഷ്യനുണ്ടായിട്ട്. എന്നാൽ ദൈവപുത്രൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതലുള്ള, ഈ പ്രപഞ്ചം ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവപുത്രനുള്ളതാണ്. അവനാണ് ദൈവജ്ഞാനം. ആ ദൈവജ്ഞാനമാണ് സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിൽ പറയുന്നത് യഹോവ തൻ്റെ പ്രവൃത്തിയുടെ ആരംഭമായി സകലത്തിന് മുമ്പേ എന്നെ ഉളവാക്കി. ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആദ്യമേ തൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് പദ്ധതിയിട്ട് പ്ലാനിട്ട് അത് പ്രവർത്തിക്കുന്ന പോലെ ഏറ്റവും ആദ്യമേ ദൈവം സകല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ജ്ഞാനമാണ് ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ. അത് ഉളവാകുമ്പോൾ യേശു എന്ന മനുഷ്യനൊന്നും ഇല്ല. അന്ന് ഈ പറഞ്ഞ നമ്മൾ മനുഷ്യരാരും ഇല്ല, അത് അനാദിയാണ്. അതെന്തായിരുന്നാലും ഇന്ന് സ്വർഗത്തിലേക്ക് നാം നോക്കുമ്പോൾ അന്ന് പിതാവിൻ്റെ മടിയിൽ ദൈവപുത്രനിരിക്കുന്നു. നോക്കുമ്പോൾ പിതാവിന് മാത്രമേ കാണാവുള്ളൂ. അവിടെ 3 കാര്യങ്ങളുണ്ട്. നോക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്ക് തൊട്ടുള്ള കണ്ണുള്ളവൻ നമുക്ക് കാണാം, അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. പക്ഷെ വചനം പറയുന്നത് അവൻ വേറൊരാളുടെ മടിയിലായിരിക്കുന്നത്. ആ മടി ഉള്ളവനെ, അല്ലെങ്കിൽ ഇവൻ ഇരിക്കുന്ന ആ ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ആർക്കും കാണാൻ പറ്റില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുകയില്ല. അപ്പം അരൂപിയായ ഒരാളുടെ മടിയിലാണ് ഈ ദൈവപുത്രൻ ഇരിക്കുന്നത്. അപ്പോൾ ദൈവപുത്രനായി, മടിയിലിരിക്കുന്ന പിതാവായി, അവിടെ നിന്ന് ആ പിതാവ് തൻ്റെ വ്യാപാരം പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വ്യാപാരമാണ് പരിശുദ്ധാത്മ കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ഇത് ഈ 3 ഭാഗങ്ങൾ സൂക്ഷ്മമായിട്ട് ഗ്രഹിച്ചാൽ നമുക്ക് ദൈവം ഏകനെന്നോ ഏകസത്യ ദൈവമാണെന്നുള്ളതിനോ തർക്കമോ അതിന് പ്രയാസമോ അതിനെതിരെ ഒന്നും നമ്മിൽ നിന്ന് വരികയില്ല. അത് ഗ്രഹിക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് മറിയോടൊരു ദൂത് പറഞ്ഞതിൻ്റെ പൊരുളാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. മറിയോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അതിനാൽ ഒരു പ്രജ നിന്റെ ഗർഭത്തിൽ ഉത്ഭവിക്കും. അവൻ ദൈവപുത്രനായി, അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്നതും ഭൂമിയിൽ വന്നതുമായിട്ടുള്ള ബന്ധം നമ്മൾ ഓർക്കണം. അവിടെ നമ്മൾ കണ്ടു, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ കണ്ട 3 കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്,
പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ കാണാം. പിതാവ് അരൂപിയായതുകൊണ്ട് മടി ഇരിക്കുന്നു എന്ന് പറയുന്ന ആ ആളെ കാണുന്നില്ല. അവൻ്റെ വ്യാപാരമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമുക്ക് കാണുന്ന ഒരാളേ ഉള്ളൂ, ദൈവത്തിനായ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവത്തിനായ ക്രിസ്തു അവനിരിക്കുന്ന പിതാവിൻ്റെ മടി, പിതാവിൻ്റെ സർവ്വവ്യാപിത്വം, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നാണ്. ഇതിലേതാ ദൈവം? ഇരിക്കുന്നയാൾ ദൈവമാണോ? വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണോ? മടി എന്ന് പറയുന്ന ഇരുത്തിയിരിക്കുന്ന ആള് ദൈവമാണോ? അവിടെ ഏറ്റവും ആദ്യമേ തന്നെ സംശയമില്ലാത്ത ഒരു കാര്യം നമുക്ക് പഠിക്കേണ്ടത്, മടിയിലിരിക്കുന്നവനും വ്യാപാരവും എല്ലാം അവനിൽ നിന്നാണ്. അവൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ. ആര്? ഈ അരൂപിയായിട്ടുള്ളത്. ദൈവപുത്രനായ ക്രിസ്തു ആരുടെ മടിയിലിരിക്കുന്നുവോ അവൻ മാത്രമാണ് ദൈവം. വേറൊരു ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പാപം ചെയ്യും. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ആകാശത്തിലോ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ദേവന്മാരെന്ന് പറയുന്ന പലരും ഉണ്ടായേക്കാം. ഇല്ലെന്ന് പറയുന്നില്ല. ദേവന്മാരെന്ന് പറയുന്ന പലരും ഉണ്ടായേക്കാം. ദൈവങ്ങൾ എന്ന് പറയുന്ന സ്ഥാനത്തുള്ള പലരും ഉണ്ടായേക്കാം. പക്ഷേ നമുക്ക് പിതാവായ ഏകദൈവം മാത്രമേ ഉള്ളൂ. ആ ഏകദൈവൻ എന്ന് പറയുന്നത് ആരും കാണാത്തവനാണ്, കാണാൻ കഴിയാത്തവനാണ്. അവൻ എവിടെ ഉണ്ട് എന്ന് എങ്ങനെ അറിയും? ഈ അദൃശ്യനായ ദൈവം എവിടെ ഉണ്ട് എന്ന് എങ്ങനെ അറിയും? അന്വേഷിച്ച് ചെന്നാൽ ഒരാളെ കണ്ടെത്താം. ആരെ? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, വെള്ളോട്ടിന് സദൃശ്യമായ കാല്, വായിൽ നിന്ന് ഇരുവായത്തുള്ള വാൾ പുറപ്പെടുന്നു, മാറത്ത് പങ്കച്ച കെട്ടി, ഇങ്ങനെ ഒരാളെ കാണാം. ആ ആള് എവിടെ ഇരിക്കുന്നു? എങ്ങും സംശയിക്കണ്ട. ആ ആൾ ഇരിക്കുന്നത് ഈ പറയുന്ന ദൈവത്തിൻ്റെ മടിയിലാണ്. അപ്പം ഞാൻ ആരെയാ ദൈവം എന്ന് വിളിക്കണ്ടേ? തീരുമാനിച്ചോ? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് ആ മടിയിലിരിക്കുന്നവൻ, ദൈവപുത്രൻ. വിസിബിൾ ഫോം ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. കാണാത്ത ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപം. അതുകൊണ്ട് നമ്മൾ അവനെ ദൈവമെന്ന് വിളിക്കുമ്പോൾ, ദൈവപുത്രനെ നോക്കി ദൈവമെന്ന് വിളിക്കുമ്പോൾ വേറൊരു ഇടം നമുക്ക് നോക്കാനില്ല. അദൃശ്യനായ ദൈവം നാം ആദ്യമേ പഠിച്ചത് ഓർക്കണം. അദൃശ്യനായ ദൈവം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അകത്ത് പ്രവേശിപ്പാൻ തക്ക ഒരവസ്ഥ അവനില്ല. പിന്നെ എങ്ങനെ ഞാൻ മനസ്സിലാക്കും? ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഒരു തരി, ആ തരിയെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതിനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ലെൻസ് തന്നു. ആ ലെൻസ് തന്നതിന് ശേഷം ആ തരിയെ വലുതാക്കി കാണിച്ചു. അത് ക്രിസ്റ്റലാണ്, ഒരു ചില്ലിൻ്റെ രൂപത്തിലുള്ള ഒരു ക്രിസ്റ്റലാണ്. അത് ഞാൻ കണ്ടു, ഞാൻ വിശ്വസിച്ചു. കാരണം ആ വസ്തു ജ്ഞാനമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. ഇങ്ങനെ ലെൻസല്ല, ഏത് പാണ്ഡിത്യം പ്രാപിച്ചാലും ഈ അദൃശ്യനായ ദൈവം അവനെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി അകത്തേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരവസ്ഥ അവനില്ല. അതുണ്ടാകാനും പറ്റില്ല. എന്നാൽ അവനൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്, അവനൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. അവനാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. ആര്? എന്നെ കണ്ടവൻ എന്ന് പറഞ്ഞാൽ പുത്രനെ കണ്ടവൻ. ഈ പ്രതിമയെന്ന് പറയുന്നത് ദൈവപുത്രൻ. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിജ്വാലകത്തുള്ള കണ്ണ്, മുഖം സൂര്യനെ പോലെ, വായിൽ നിന്ന് ഇരുവായത്തുള്ള വാട് പുറപ്പെടുന്നു, വെള്ളോട്ട് സദൃശ്യമായ കാല്,
ഈ മുതലായിട്ടുള്ള അടയാളങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് പറയുന്നത് ദൈവപുത്രനെ കുറിച്ചാണ്. ഇപ്പം എന്നാൽ നമ്മൾ അവനെ ദൈവമെന്ന് വിളിക്കുമ്പോൾ, നമ്മളതിന് ദൈവമെന്ന് വിളിക്കുമ്പോൾ അത് പാപമായി തീരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതാണ്. അതിനപ്പുറം എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല. അതിനപ്പുറം എനിക്ക് ദൈവത്തെ പ്രാപിക്കാനും സാധിക്കില്ല. അവനാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നവൻ. അവനാണ് ലോകത്തിൽ വന്നവൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്നത് ഈ ആൾ തന്നെയാണ് ദൈവശക്തി. ഏതാള്? ഈ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ഈ ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണ് ദൈവശക്തി. വചനം 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചു, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു, അവൻ തന്നെയാണ് ദൈവശക്തി. ഈ ശക്തിയുടെ ഭൂമിയിലുള്ള നിഴലുണ്ട്. അത് ആലങ്കാരിക ഭാഷയാണ്. ഈ ശക്തിയുടെ നിഴലാണ് മറിയിൽ വരുന്നത്. മറിയിൽ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീണ്ടും നമ്മൾ മറന്നു പോകരുത്, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അവനെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തരികയാണ്. യഥാർത്ഥത്തിൽ അവനല്ല ദൈവം, അവനല്ല പിതാവ്. നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന ആൾ ദൈവപുത്രനാണ്. അവൻ ഇരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മടിയിലാണ്. അവനെ കണ്ടാൽ ഉറപ്പിച്ചോളണം അവിടെ ദൈവമുണ്ട്. അവനെ കണ്ടാൽ ഉറപ്പിച്ചോളണം. ഈ മുറിയിൽ, ഈ ഹാളിൽ കറണ്ടില്ല. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നു. രാത്രി 2 മണിയായപ്പോൾ എഴുന്നേറ്റ് കറണ്ട് വന്നോന്ന് നോക്കി, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സ്വിച്ചിൻ്റെ അവിടെ ഇൻഡിക്കേറ്റർ എടുക്കുക, അത് ചുവന്ന് കത്തി കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം കറണ്ടുണ്ട്. കറണ്ട് ഇല്ലെങ്കിൽ അത് കത്തില്ല. കറണ്ടിനെ ഉണ്ടെന്നുള്ള സാന്നിധ്യം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയും, കറണ്ടുണ്ട്. ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, അതാരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയുകയില്ല. പലരും പറയുന്നത് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദൂതന്മാർ കണ്ടിട്ടുണ്ടോ? സ്വർഗ്ഗത്തിലെ ദൂതന്മാർ കണ്ടിട്ടുണ്ടോ? അടിസ്ഥാനമില്ലാത്ത ഉപദേശമാണ്, അടിസ്ഥാനമില്ലാത്ത അഭിപ്രായമാണ്, അടിസ്ഥാനമില്ലാത്ത പഠനമാണ്. ഒരിക്കലും ആ പാതയിൽ കൂടി കർത്താവിൻ്റെ അടുക്കൽ എത്തില്ല. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് ഈ കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരുത്തനെ കാണുന്നു, അവൻ അഗ്നിജ്വാലയ്ക്കത്തോളം കണ്ണുള്ളവനാണ്, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ട് സദൃശ്യമായ കാലുള്ളവൻ, കർത്താവിന്റെ സ്തോത്രം, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു, വായിൽ നിന്ന് ഇരുവായത്തുള്ള വാട് പുറപ്പെടുന്നു. ഇങ്ങനെ ഒരാളിരിക്കുക. ഈ ആളിരിക്കുന്നത് പിതാവിൻ്റെ മടിയിലാണ്. പിതാവ് തൻ്റെ പുത്രനെ മടിയിൽ ഇരുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ സർവ്വവ്യാപിത്വമായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. ഈ മൂന്നും ഇതിൽ ദൈവം എന്ന് പറയുന്നത് നമുക്കൊന്നേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അത് പിതാവായ ഏക ദൈവമാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവ് ദൈവമല്ലേ? ആത്മാവ് ദൈവമല്ലേ? അതെ. പിതാവായ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വമാണ്, വ്യാപാരമാണ്. അതുള്ളവൻ, അത് മനുഷ്യനുള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിൻ്റെ പ്രവർത്തനം, ഈ 3 പ്രവർത്തനങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഇതിനകത്ത് മറിയയിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വമാണ്. അതായത് പരിശുദ്ധാത്മാവ് മറിയയോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. രണ്ടാമത്തത്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഏതാ അത്യുന്നതൻ്റെ ശക്തി? നമ്മൾ ഈ പറഞ്ഞ ദൈവോത്രൻ അല്ലെങ്കിൽ ക്രിസ്തു, അതിൻ്റെ നിഴൽ. ഈ രണ്ടുമാണ് മറിയയിൽ വന്നത്. ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ ആ മറിയുന്ന കന്യകയിൽ ഒരു ശിശു ഉരുവായി തീർന്നു. ഈ ശിശു ഉരുവായി തീർന്നതിൽ ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ
പുത്രൻ എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ദൈവപുത്രൻ്റെ നിഴലാണ്. അതായത് ഈ ദൈവപുത്രനാണ് ഈ നിഴലായി ജഡരൂപമെടുത്തത്. അവിടെ നമ്മൾ മറിയ എന്ന കന്യകയിൽ ഈ ശിശു ജനിച്ചപ്പോൾ ആ മനുഷ്യനെ നോക്കി ഇതാണ് ദൈവപുത്രൻ, ഇതാണ് ദൈവപുത്രൻ എന്നുള്ളൊരു ചോദ്യം. അതെ, കാരണം എന്താ? കാരണം അവൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അവനുളവായത് പരിശുദ്ധാത്മാവിനാലാണ്. അവൻ്റെ ജീവാരംഭം പരിശുദ്ധാത്മാവിനാലാണ്. ഒരപ്പനിൽ നിന്ന് മകൻ ജനിക്കുന്നത് അപ്പൻ്റെ ജീവാത്മാവിൽ നിന്ന്, ജീവരക്തം വഴി അവനിൽ നിന്ന് തലമുറ ജനിക്കുക. ഇതുപോലെയാണ് സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിനാൽ മറിയ എന്ന കന്യകയിൽ ദൈവപുത്രൻ്റെ നിഴൽ വന്ന് ഒരു പ്രജ ജനിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രഹിച്ചത് പ്രകാരം സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ അദർശനായ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യൻ നമ്മെപ്പോലെ ശരീരവും രക്തവും വെള്ളവും അസ്ഥിയും മാംസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ രൂപഭേദ. അവിടെയാണ് ഫിലിപ്പിലേഖനം പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. 2 രൂപം. ഫിലിപ്പിയർ 2:5 അറിയാൻ പാടില്ലാത്തവരുണ്ടാവില്ല. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം. ക്രിസ്തു സ്വർഗത്തിലിരിക്കുന്ന പിതാവിൻ്റെ മടിയിലിരിക്കുന്നവൻ. അവൻ ഭൂമിയിൽ മനുഷ്യനായി തീർന്നു. രണ്ടാമത്തെ രൂപമാണ്. ഒന്നാമത്തത്